മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ പരാധീനതകളേറെയാണ്. പലതവണ പറഞ്ഞതും ആവർത്തിക്കുന്നതുമാണ്. അതിനിടെയാണ് ഒരു പുതിയ ആശങ്ക കൂടി വരുന്നത്. ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. അതായത് ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം മുടങ്ങി എന്നുള്ള ഒരു വാർത്ത വരികയാണ്. അത് ഏജൻസികളുടെ കൂട്ടായ്മ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് കത്തയച്ചിരിക്കുന്നു. പിന്നാലെ കാർഡിയോളജി വിഭാഗം മേധാവിയുടെയും കത്തുണ്ട്. ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതും 2.5 കോടിയുടെ കുടിശ്ശിക അവിടെ അവശേഷിക്കുകയാണ്. അത് എങ്ങനെ മറികടക്കും എന്നൊരു ചോദ്യമുണ്ട്. അത് വലിയൊരു ആശങ്കയാണ്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരൊക്കെ അതേ ഒരു ആശങ്ക ഉയർത്തിപ്പിടിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു പുതിയ സാഹചര്യത്തെ കാണുന്നത്? എൻജിയോഗ്രാം, എൻജിയോപ്ലാസ്റ്റ് അടക്കമുള്ളത് അവരെന്തായാലും നിർത്തലാക്കും. കാരണം ഇത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് വേണ്ടത് ഉടനെ തന്നെ ഈ 15 ദിവസം കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കണം. കാരണം സാധാരണക്കാരൻ്റെ ഒരു വിഷയമാണ്. അപ്പോൾ ഇതിന് മുൻകരുതലുകൾ വേണ്ട രീതിയിൽ തന്നെ സർക്കാർ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇതിന് വേണ്ട പരിഹാരം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ശക്തമായിട്ട് തന്നെ സമരങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടി വരും. ഈ ഏജൻസിയുമായി ചർച്ച നടത്തുന്നുണ്ട് എന്നുൾപ്പെടെയാണ് മെഡിക്കൽ കോളേജിൻ്റെ വിശദീകരണം. പക്ഷേ ഇനി എന്താകും സ്ഥിതി എന്നുള്ളതാണ്. അതിനൊരു പരിഹാരം ഉടനടി വേണം എന്നുള്ളത് തന്നെയാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്.